ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ജാസ് വ്ലോഗ്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ദേ നമ്മൾ വൈകുന്നേരം ലഗൂൺ ബീച്ചിൽ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ വന്നപ്പോഴത്തേക്ക് നമ്മൾ രണ്ട് കുഞ്ഞു മക്കളെ കണ്ടിരുന്നു കേട്ടോ. അവരുടെ കൂടെ കുറേ സമയം നമ്മൾ കാര്യമൊക്കെ പറഞ്ഞിരുന്നേ. അവർ ഭയങ്കര കളിയായിരുന്നു ബീച്ചിൽ. അപ്പോൾ അവരോട് നമ്മൾ പോയി കുറച്ച് കുശലമൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഇനി നമുക്ക് രാത്രിയിൽ നമ്മളെ ഇവിടുത്തെ ഒരു ഷോപ്പിൻ്റെ ഇനോഗ്രേഷൻ നടക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അവർ ഒരു ഡിന്നർ പാർട്ടി അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മളെ ക്ഷണിച്ചിട്ടുണ്ട്. എന്താ എങ്ങനെയാ നീ എവിടെയാന്ന് ചോദിച്ചപ്പം കരക്കാരി എന്നല്ലേ പറഞ്ഞു? അങ്ങനെ ഇല്ല, ഇവളെന്നോട് ഇങ്ങോട്ട് പറഞ്ഞേ. അപ്പം ഇവളല്ലേ ഇവള് ദീപകാരി തന്നെ? ആന്ന് ദീപകാരിയാ. സത്യം പറ, എന്താ ആണോ ഉള്ളതെന്നാ? കേരളത്തിലെവിടാ? കൊണ്ടോട്ടി ഉള്ളതാ. നിങ്ങൾ ദീപ് കാണാൻ വന്നാന്നോ? ഉമ്മയുടെ നാട് ഇവിടാന്നോ? ഉമ്മയുടെ നാട് ഇവിടെ അകത്തില്ലോ? ബാപ്പ എവിടാന്നടി? സ്ഥലം ആ പറഞ്ഞ കൊണ്ടോട്ടി. അതവിടുത്തെ സ്ഥലമായിരിക്കും. അവളുടെ പേരെന്തുവാ? ലെന. പഠിക്കുന്നൊക്കെ എവിടാ? മോണ്ടിസോറി. ഓ, ഇപ്പൊ വെക്കേഷൻ ആയിട്ട് വന്നാന്ന് ഇവിടെ. ഇയാളൊന്ന് നോക്കുവോ? ഒന്ന് നോക്കുവോ? ഒന്ന് കാസർഗോഡുകാരൻ ഇങ്ങോട്ടൊന്ന്. അല്ല, വെള്ളം വന്ന് എന്റെ മോനെ. ഊ, എന്തൊക്കെയാ പറയുന്നേ? നനഞ്ഞില്ല, ഒട്ടും നനഞ്ഞില്ല. ഇവിടെ വരെ വെള്ളം വരുന്നില്ലയോ? അവിടെ വരെ പോവോ? എല്ലാം അറിയാലോ. കടല് ചിലപ്പോ അവിടം വരെ കയറുന്നു. എന്താ പിന്നെ? ആന്നാ? സുനാമി ഇവിടുത്തെ ഭാഷയാ? എവിടുത്തെ? കേരളത്തിലെ? ഞങ്ങളുടെ ഭാഷ അറിയത്തില്ല. ഞങ്ങളുടെ ഭാഷ എന്ന് പറഞ്ഞാൽ കേരളത്തിലാണോ അതോ ദ്വീപിലാണോ പറയുന്നേ? ആ. മോളുടെ പേരെന്താ പറഞ്ഞ? ലെന. മോന്റെ പേരെന്തുവാടെ? സിനാൻ. ഒന്ന് നോക്കി ഇങ്ങോട്ടൊന്ന്. സിനാനെ നല്ല സുന്ദരനല്ലേ സിനാൻ? സിനാൻ എവിടെ ഉള്ളതാ? അകത്തി. യോ ലക്ഷദ്വീപ് അല്ലയോ? കള്ള. നിങ്ങൾ എന്നും വരുവോ ഇങ്ങനെ? അല്ല, നീ കേരളത്തിലല്ലേ പഠിക്കുന്നേ? അപ്പൊ സ്കൂളിൽ അവിടെ ലീവ് ആയതുകൊണ്ട് ഇങ്ങോട്ട് വന്നാന്നോ? ഉമ്മയുടെ നാട്ടിലോട്ട് വന്നാന്നോ? ഇവിടുത്തെ ഭാഷ അറിയാം. കേട്ടില്ല. പുലിയെന്നാ? നിങ്ങൾ മറ്റേ ചിരട്ടാപ്പം ഉണ്ടാക്കി കളിക്കുവാന്നല്ലേ ഇത്? എനിക്കിതൊക്കെ കാണുമ്പോൾ പണ്ടത്തെ കാര്യമൊക്കെ ഓർമ്മ വരുന്നു. നീ ആരെയും എന്നെ നോക്കുന്നേ? ആ, ബംഗാര് വന്നോ? ആഹാ, നീ പോയ ബംഗാരത്ത്? എന്ന് പോയി? ആന്നോ? കൽപ്പറ്റയിലും ബംഗാരും ഒക്കെ പോയില്ലേ? എന്നാ പോയത്? കുറേ ദിവസമായോ? ബംഗാരമൊക്കെ എങ്ങനെയുണ്ട് കണ്ടിട്ട്? സൂപ്പറാന്നോ? ഹരം ഉണ്ടോ? ആന്നല്ലയോ? ഹരം എന്ന് പറഞ്ഞാൽ സൂപ്പറാന്നല്ലയോ? അപ്പോൾ തർജ്ജിമ ചെയ്തു തരാൻ ഇവിടെ ആളുണ്ട്. പിന്നെ എന്താ വേണം? അധികം നിൽക്കണ്ട, വെള്ളം കയറി വരുന്ന ആണ്ട വന്ന്. നമ്മൾ പ്രതീക്ഷിക്കത്തില്ല ഇങ്ങോട്ട് വരുമെന്നല്ലയോ? അയ്യോ, കണ്ടോ എൻ്റെ നാട് എവിടാന്നൊക്കെ? ഞങ്ങളുടെ നാട് ഇവിടെ അടേ അകത്തി. പിന്നെ നിങ്ങൾ മലയാളം പറയുന്നതോ? എനിക്ക് മലയാളം അറിയാം. എനിക്ക് മലയാളം കുറച്ച് അറിയാം. നീ ഇത് എവിടെ നിന്ന് ഇറങ്ങി വരുന്നു നോക്കട്ടെ. നിനക്ക് നാടൻ ഭാഷ അറിയാവല്ലോടി. അതുകൊണ്ട് ഇത് എവിടെ നിന്ന് ഇറങ്ങി വരുന്ന നോക്കിക്ക്. എന്തിനാ? പിന്നെ അല്ല, പകുതി കണ്ട്. മണ്ണ് കോരി ഇട്ടതല്ലയോ?
എന്തെങ്കിലും മീൻ കിട്ടിയോ? കാണിക്കുവോ? ഇവനെ നമ്മൾ ഇന്നലെ നിന്നല്ലേ അവളെ തെക്ക് വെച്ച് കണ്ടത്. അവിടെ നിൽക്ക്, നീ അവിടെ പോവാ. ഇവനെ നമ്മൾ 2 പിള്ളേരില്ലേ, ഒന്ന് കാണീര്. ഒന്ന് കാണീര്, മീൻ കാണീര്. കാണുന്നില്ല. ഓ കുളുവൽ കിട്ടി. കണ്ടോ, ഇവർക്ക് കുളുവൽ കിട്ടി. ആ കാല് കണ്ടോ, കൊള്ളാം. നിങ്ങൾ എവിടുന്ന് പിടിച്ച് വരുവാ? മറ്റവൻ എന്ത് ചെയ്യാ നിന്റെ കൂടെ ഉള്ള? അവൻ മീൻ പിടിക്കുന്ന? ആ അതുകൊണ്ട് നിൽക്കുന്ന. അയ്യോ ഇങ്ങ് മാറ്. അവൻ അതിന്റെ പുറകിൽ ഓടുന്നു. ആ കൊച്ചു ഇറക്കാൻ അതിന്റെ പുറകിൽ ഓടുന്നു. അതല്ലേ ഞാൻ പറഞ്ഞേ. സൈഡിൽ നിന്ന് പിന്നെ അവര് വെളിയില. നിന്റെ കൈ ചൂണ്ടയില്ല, നീ മീൻ കളക്ട് ചെയ്യാൻ വേണ്ടി നിൽക്കുവാന്നോ? ശേഖരിക്കാൻ വേണ്ടി നിൽക്കുവാ അവൻ. തെങ്ങിൻ്റെ മണ്ടയോടെ വന്ന് കിടക്കുന്നില്ല. അവർ 3 പേരോട് അവിടെ എന്തോ ഗൂഢാലോചന നടക്കുവാന്നല്ല. ചുമന്ന ക്യാപ്പുകാർക്കൊക്കെ എന്തൊക്കെയോ ഡയറക്ഷൻസ് ഒക്കെ കൊടുക്കുന്നുണ്ടോ? ശരി. എന്താ അപ്പം ഞാൻ പറഞ്ഞേ? ഉണ്ണിയപ്പം. കൊള്ളാം. ഓ വലിയ തിര. ഓ ഉണ്ണിയപ്പം കിട്ടിയല്ലോ. ഉണ്ടോ അവള്? പിന്നെ അല്ലേ അന്നേരം തന്നെ ഉണ്ണിയപ്പം ഉണ്ടാക്കി തന്നുണ്ടോ? അല്ല, അവൻ വെള്ളത്തിൽ ഇങ്ങനെ അതുകൊണ്ട് അവനങ്ങ് ഇറങ്ങി വെള്ളത്തിലോ. ആദ്യമായിട്ടല്ല. നീ ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നേ? പിന്നെ കിട്ടിയോ അവന് മീന്? ഇല്ല. പിടിച്ച് അയാൾക്ക് ആ ചൂണ്ട പിടിക്കാൻ ഒരാഗ്രഹം. ആണോ? അവന് മീൻ കിട്ടി. ഇത് ഫോട്ടോ എടുക്കാൻ പിടിച്ചേക്കുവാ. വിട്, ചിലപ്പോൾ കിട്ടിയാലോ. അല്ലയോ? അതാണോ കോമ്പ്? ഇവിടെ കാണുവോ? അടുത്ത ഗ്രൂപ്പ് വരുന്നത്. നിന്റെ അജിത ഫോട്ടോ എടുത്ത് കൊടുക്കുന്നില്ലയോ? കണ്ടോണ്ട് നിൽക്കുന്ന ആരാ? കണ്ടോണ്ട് നിൽക്കുന്നത് നമ്മളല്ലയോ? എടുത്തോ, അവനോട് ചോദിച്ചിട്ട്. അതുകൊണ്ട് മീൻ കിട്ടിയവന്. അയ്യോ ചൂണ്ടയില്ലയോ? ചൂണ്ടയിടാൻ പറ്റത്തില്ലയോ? റജീത ചൂണ്ടയിടാൻ പോയിട്ട് എന്താന്ന് പൊട്ടിപ്പോയോ? അതുകൊണ്ടായിരിക്കും ആ മറ്റേ ചൂണ്ട എടുത്തത് അല്ലയോ? വെള്ളം വരുന്നു. അവനോട് ചോദിയിരുന്ന മറ്റേ ചൂണ്ട വലുത് തരുവോ? അല്ല അത് തരുവോ അവൻ? തരുവോ? തരത്തില്ല. ഇല്ല അവൻ മീൻ പിടിക്കാൻ വന്നതാണോ അതോ അവൻ കുളിക്കാൻ വന്നതാണോ? ഇല്ല പച്ച ഉടുപ്പിട്ടവൻ.
അപ്പോൾ ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്കിന്ന് രാത്രിയിൽ ചെറിയൊരു ഡിന്നർ പാർട്ടി ഉണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഇതാ ഈ ഒരു ഹോട്ടലിൻ്റെ ഉദ്ഘാടനത്തിനായിരുന്നു കേട്ടോ നമ്മളെ ക്ഷണിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത് ഇന്ന് ഓപ്പൺ ആയിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് അവർ വേണ്ടപ്പെട്ട കുറച്ച് ആൾക്കാരെ സുഹൃത്തുക്കളെയൊക്കെ വിളിച്ചിട്ട് ചെറിയ ഒരു ഡിന്നർ സൽക്കാരം നടത്തുന്നുണ്ട്. അപ്പോൾ അതിലേക്കായിട്ട് നമ്മളെ ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ രാത്രിയിലാണ് നമ്മൾ വന്നത് കേട്ടോ. ഒരു 8-8:30 ആയ സമയത്താണ് നമ്മൾ വന്നത്. അപ്പോൾ ഈ ഹോട്ടൽ ഏതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെന്നും രാവിലെ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഒരു ഷോപ്പിൽ പോകുന്നുണ്ടായിരുന്നല്ലോ. നമ്മുടെ അകത്ത് ദ്വീപിലെ പഞ്ചായത്തിനോട് ചേർന്നിട്ടുണ്ടായിരുന്ന ഒരു ചെറിയ കടയിലാണ് നമ്മളെന്നും ചായ കുടിക്കാൻ പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ അവിടെയും പോകും, നമ്മുടെ പഞ്ചായത്ത് ഹോട്ടലിലും പോകും, പിന്നെ നമ്മുടെ ഹോസ്പിറ്റലിലും പോകും, എല്ലായിടത്തും പോകും. പക്ഷേ കൂടുതലായിട്ട് നമ്മൾ ഈ ഒരു കടയിൽ പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ അവർ നമ്മുടെ പഞ്ചായത്ത് സ്റ്റേജിൻ്റെ അടുത്തായിട്ട് പുതിയൊരു ഹോട്ടൽ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആ ഹോട്ടലിൻ്റെ ഇനോഗ്രേഷനായിരുന്നു ഇന്ന് നടന്നത്. അപ്പോൾ നമ്മളെയൊക്കെ വിളിച്ചിട്ട് അവർ നമുക്ക് ഭക്ഷണം തന്നിട്ട് നല്ല അടിപൊളി ചിക്കൻ ബിരിയാണി, പായസം എല്ലാം ഉണ്ടായിരുന്നേ. അപ്പോൾ നമ്മൾ രാവിലെ 11 മണിക്ക് ചായ കുടിക്കാൻ പോകുന്ന നമ്മുടെ 2 ഫ്രണ്ട്സും കൂടെ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. പിന്നെ ഈ വീഡിയോ കോൾ വിളിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ കൂട്ടത്തിലുള്ള 1-2 പേര് കേരളത്തിൽ പോയിട്ടുണ്ട് കേട്ടോ. അവർ ചികിത്സ മറ്റു ആവശ്യങ്ങൾക്കൊക്കെ ആയിട്ട് കേരളത്തിൽ പോയിട്ടുണ്ട്. അപ്പോൾ അവർക്ക് ഇന്ന് ഈ ഒരു പ്രോഗ്രാം മിസ്സായി. അപ്പോൾ നമ്മൾ അവരെ വിളിച്ചിട്ട് വീഡിയോ കോൾ വിളിച്ചിട്ട് അവരെ കാണിച്ചു കൊടുക്കുകയാണ് കേട്ടോ. നമ്മളിവിടെ ബിരിയാണി കഴിച്ചുകൊണ്ടിരിക്കുന്നതൊക്കെ ആ സമയത്ത് അവരവിടുന്ന് കേരളത്തിലെ ഹോട്ടലിൽ നിന്ന് ഫുഡ് കഴിക്കുന്നതിൻ്റെ വീഡിയോ നമുക്ക് ഇട്ട് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അവരൊട്ടും തോറ്റു തന്നില്ല. നമുക്ക് നല്ല അടിപൊളി ഫുഡായിരുന്നു കേട്ടോ, സൂപ്പർ ഫുഡായിരുന്നു. അപ്പം അതൊക്കെ കഴിച്ച് കുറച്ച് നേരം അവിടെ ഇരുന്നു. അപ്പോൾ ഈ ഒരു ഹോട്ടൽ എന്ന് പറഞ്ഞാൽ ഇവരുടെ ഒരു ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു എന്നാണ് പറഞ്ഞത്. ഇങ്ങനെ ഒരു ഹോട്ടൽ നടത്തണം എന്ന്, അതായത് തുടങ്ങണം എന്നുള്ളത് അവരുടെ ഒരു ആഗ്രഹമായിരുന്നു. അപ്പോൾ അവരുടെ ആ ഒരു ആഗ്രഹം ഏതായാലും സഫലമായി. അപ്പോൾ ഇതിൻ്റെ മുൻപോട്ടുള്ള എല്ലാ വിജയങ്ങൾക്കും, അതായത് നല്ല അടിപൊളിയായിട്ട് ഈ ഹോട്ടൽ മുന്നോട്ട് പോകട്ടെ എന്ന് നമ്മളെല്ലാവരും ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുവാണ്. അവർക്ക് എല്ലാവിധ ആശംസയും നമ്മൾ കൊടുക്കുവാണ്. അപ്പോൾ നമ്മുടെ പഞ്ചായത്ത് സ്റ്റേജിൻ്റെ തൊട്ടടുത്തായിട്ടാണ് കേട്ടോ ഈ ഒരു ഹോട്ടൽ വരുന്നത്. അപ്പോൾ നമ്മൾ ഫുഡ് കഴിച്ചിട്ടൊക്കെ എണീറ്റ സമയത്ത് വീണ്ടും ആൾക്കാരൊക്കെ വന്ന് തുടങ്ങുന്നുണ്ട്. അവർ ക്ഷണിച്ചിട്ടുണ്ടായിരുന്ന ആൾക്കാരൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള ഫുഡുകൾ ഇവിടുന്ന് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് എല്ലാം, അതായത് നല്ല ഒരു സംരംഭത്തിനുള്ള ഒരു തുടക്കമാവട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം അല്ലേ. അപ്പോൾ നമ്മുടെ ഈ ഷോപ്പിൻ്റെ ഓണറുടെ വൈഫ് വരുന്നുണ്ടേ. ഒരു മാസം കാലത്ത് നമ്മൾ ഉച്ചക്കത്തെ ഭക്ഷണങ്ങളിലെ ഉച്ചക്ക് പറയുന്നത് നമ്മൾ സോനങ്ങളെല്ലാം കടിപ്പിക്കാൻ കുറേ ബുദ്ധിമുട്ടാണ്. സത്യം. പിന്നെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റും ഉണ്ട്. പിന്നെ നമ്മ ജോയിന് അസർ കഴിഞ്ഞാൽ തൊട്ട് നമ്മ പൊറോട്ട അങ്ങനത്തെ സാധനങ്ങളെല്ലാം കൊടുക്കും. ഒരു മാസം കഴിഞ്ഞ് ഉച്ചക്കത്തെ ചോറും ഉണ്ടാക്കും. ഇപ്പം അല്ലേ ചായക്കും ചോദിച്ചിട്ട് ഒരു പിള്ളാണ്. ബാക്കി ആൾക്കാരുണ്ടല്ലോ കേരളത്തിൽ നിന്ന് വന്നല്ലേ. രണ്ടുപേരും കേരളത്തിൽ നിന്ന് വന്നാണ്. അടിപൊളിയായിരുന്നു, ഫുഡ് സൂപ്പറായിരുന്നു കേട്ടോ. ശരിയേ. അപ്പോൾ നമ്മൾ ഷെഫുമാരെയും കണ്ടു, ഫുഡും കണ്ടു, അടിപൊളി ഫുഡും കഴിക്കുകയും ചെയ്തു. പിന്നെ ഇവരുടെ ഷോപ്പൊക്കെ ജസ്റ്റ് നമ്മളൊന്ന് കണ്ടു. കാരണം ആൾക്കാർ വന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ട് നമ്മൾ അധിക സമയം ഇവിടെ നിൽക്കുന്നില്ല, നമ്മൾ പോവുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ചെറിയൊരു വീഡിയോ ഇത്രയേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അതുപോലെ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കണേ.